ഫാസ്റ്റാഗ് നിങ്ങളുടെ വണ്ടിയിൽ ഉണ്ടോ? ഫാസ്റ്റാഗ് ഇല്ലാതെയാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത് എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതോടൊപ്പം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുന്നവർ ഫാസ്റ്റാഗിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പണി വരും എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ പുതിയ ടാഗ് ഇഷ്യൂ ചെയ്യുമ്പം ഒരു വീഡിയോ ചെയ്യാവുന്ന. അപ്പോൾ ഇന്നലെ ആ കസ്റ്റമർ നമ്മുടെ അടുത്ത് വരികയുണ്ടായിരുന്നു. അപ്പോൾ ആ പഴയ സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ ഉണ്ടായിരുന്ന ടാഗ് ഞങ്ങളത് ക്യാൻസൽ ചെയ്യാൻ അപേക്ഷ കൊടുക്കുകയും അപ്പോഴത് അപ്രൂവ് ആവുകയും ചെയ്തായിരുന്നു. അപ്പോൾ അതിന് ശേഷം അദ്ദേഹത്തിന് പുതിയ ടാഗ് നമ്മുടെ സെൻറ്റർ വഴി ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഫാസ്റ്റാഗാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇപ്പോൾ ഫാസ്റ്റാഗിൽ പുതിയ നിയമം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫാസ്റ്റാഗ് എടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അംഗീകൃതമായിട്ടുള്ള ഏജൻറ്റ് ഉള്ള ഷോപ്പിലെ നിങ്ങൾ ഈ പറഞ്ഞ ഫാസ്റ്റാഗ് എടുക്കാവും. നമ്മുടെ സെൻറ്ററിൽ ഈ പറഞ്ഞ അംഗീകൃതമായിട്ടുള്ള ഏജൻസി ഉണ്ട് ഫാസ്റ്റാഗിന് എക്സ്ക്ലൂസീവായിട്ട്. അപ്പോൾ നമ്മുടെ സെൻറ്ററിൽ നിന്ന് ഇതുവരേക്കും 10,000-ത്തിലധികം ഫാസ്റ്റാഗ് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഫാസ്റ്റാഗ് എടുക്കാനുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളത് കൃത്യമായിട്ട് ഫാസ്റ്റാഗ് ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ വണ്ടിയിൽ ഈ പറഞ്ഞ ഫാസ്റ്റാഗിൻ്റെ പുതിയ നിയമപ്രകാരം എങ്ങനെയാണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്ത് വണ്ടിയിൽ ടാഗ് ഒട്ടിച്ച് വണ്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ എടുത്താണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫാസ്റ്റാഗിൻ്റെ സൈറ്റിൽ കയറി നിങ്ങളുടെ വണ്ടി നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആയോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഒപ്പം ഞങ്ങളത് റീചാർജ് ചെയ്യേണ്ട പ്രോസസ്സ് എല്ലാം വ്യക്തമായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ഫാസ്റ്റാഗിനകത്ത് KYCയും മറ്റ് കാര്യങ്ങളും എല്ലാം നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ പ്രോസസ്സിലാണ് ചെയ്തു കൊടുക്കുന്നത്. നമ്മളിത് ചെയ്യുന്നത് IDFC ബാങ്കിൻ്റെ നമുക്കൊരു ആപ്പ് അവർ ഏജൻ്റ് ആയതിനു ശേഷം തന്നിട്ടുണ്ട്. ആ ആപ്പ് വഴി നമ്മൾ ഡയറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഫാസ്റ്റാഗ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ വണ്ടി നേരിട്ട് നമ്മുടെ സെൻറ്ററിൽ എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇന്നലെ ചെയ്ത ഒരു കസ്റ്റമറുടെ ചെറിയ ഒരു ഇന്നലെ നല്ല മഴയായിരുന്നു. നമുക്ക് വീഡിയോ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ ക്യാമറയിൽ എടുത്തേക്കുന്ന ചെറിയൊരു ദൃശ്യം ഞാൻ ഇതേ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ആ വണ്ടിയുടെ സെൻട്രൽ ഗ്ലാസിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫാസ്റ്റാഗ് ഒട്ടിച്ചതിന് ശേഷം വണ്ടിയുടെ 4 സൈഡിലെ ഫോട്ടോ ഉൾപ്പെടെ ഫാസ്റ്റാഗിൻ്റെ സൈറ്റിലും ബാങ്കിൻ്റെ സൈറ്റിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് ആ വണ്ടി ക്ലിയർ ആക്കി വിടുന്നതാണ്. അപ്പോൾ പിന്നെ ഈ വണ്ടി നമ്മൾ ഫാസ്റ്റാഗ് ഉള്ള ഇപ്പോൾ ടോൾ ബൂത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വണ്ടി വരുമ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലെ ആ ടോൾ ഗേറ്റിൻ്റെ ഡോറ് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫാസ്റ്റാഗ് എടുക്കുവാനും ഫാസ്റ്റാഗ് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കിടങ്ങൂരുള്ള CSC സർവീസ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഫാസ്റ്റാഗ് സംബന്ധമായി നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ അതിന് ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ. സ്റ്റേ ട്യൂൺ. അടുത്ത അപ്ഡേറ്റിലാണ്.